മദ്യശാലകൾ എന്നൊക്കെയാണ് അവധി എന്നറിയാമോ? ഒന്ന് കാണാതെ പഠിച്ചു വെച്ചിരുന്നോ? ഏതൊക്കെ ദിവസം നമുക്ക് സാധനം കിട്ടത്തില്ല എന്നൊന്ന് ഉറപ്പിച്ചു വെക്കാലോ. ഏതൊക്കെ ദിവസമാണ് നോക്കിക്കേ. ഒന്ന് നമ്മുടെ ഗാന്ധി ജയന്തിയാണ്. ഗാന്ധി ജയന്തി എന്നാണ്? ഒക്ടോബർ 2 ഇനി ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനം എന്നാണ്? നമ്മുടെ ജാനുവരി 30 ഈ 2 ദിവസവും നമുക്ക് എന്ത് കിട്ടത്തില്ല? നമ്മുടെ സാധനം കിട്ടത്തില്ല. അതായത് നമ്മുടെ ലിക്കർ കിട്ടത്തില്ല, അതായത് നമ്മുടെ ആൽക്കഹോൾ കിട്ടത്തില്ല. ഇനി നമ്മുടെ ശ്രീനാരായണ ഗുരു ജയന്തി, അതുപോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി, അതായത് ഗാന്ധിജി ജനിച്ചതും മരിച്ചതുമായിട്ടുള്ള ദിവസം, അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ജനിച്ചതും മരിച്ചതുമായിട്ടുള്ള ദിവസം മറക്കില്ലല്ലോ. ഇനി നമുക്ക് ബാക്കി നോക്കാം. അതുപോലെ തന്നെ എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെയും 1-ാം തീയതി നമുക്ക് കിട്ടത്തില്ല അല്ലേ? ഡ്രൈ ഡേ ആണ്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഏതെങ്കിലുമൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ, അതായത് തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ നമുക്കത് കിട്ടാറുണ്ടോടെ? അതായത് പോളിംഗ് ദിനത്തിൽ ആർക്കെങ്കിലും മദ്യക്കുപ്പി കിട്ടോ? പറയുന്ന കേട്ടിട്ടില്ലേ, സാധനം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചോന്ന്. അപ്പൊ തിരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ, അതായത് പോളിംഗ് ദിനത്തിലും അതിന്റെ തലേ ദിവസം വരും നമുക്ക് 48 മണിക്കൂർ എന്ത് കിട്ടത്തില്ല? ഈ പറയുന്ന ആൽക്കഹോൾ നമുക്ക് കിട്ടത്തില്ല. അതായത് കടകളും ബാറുകളും ഒക്കെ എന്തായിരിക്കും? അവധിയായിരിക്കും. പിന്നെ നോക്കിയാലോ, വോട്ടെണ്ണൽ ദിവസം കിട്ടത്തില്ല, ദുഃഖ വെള്ളിയാഴ്ച കിട്ടത്തില്ല. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നു, അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല? ആൽക്കഹോൾ കിട്ടത്തില്ല. അതായത് നമ്മുടെ ബാറുകളെല്ലാം എന്തായിരിക്കും? അടഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പൊ സാധനം വേണ്ടവർ നേരത്തെ കയ്യിൽ കരുതിക്കോളൂ.